നമസ്കാരം. ചെറിയൊരു കേസുണ്ട്, ഒരു അഡ്വക്കേറ്റ് ഒന്ന് കണ്ടുകളാണ്. രാജ്കുമാർ LLB അഡ്വക്കേറ്റ്. ഈ രാജ്കുമാർ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് റിട്ടയർഡ് DYSP ആണ്, അഡ്വക്കേറ്റാണ്. എന്നാൽ ഇത് രണ്ടും അല്ലാതെ വേറൊരാളാണ്. അത് നമുക്ക് അകത്ത് കാണാം. എനിക്ക് കേസൊന്നുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്, തിരുവനന്തപുരത്താണ്. നമസ്കാരം. ഇതാണ് രാജ്കുമാർ സാർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വിശദവിവരങ്ങൾ പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് രാജ്കുമാർ സാർ. റിട്ടയർഡ് DYSP ആണ്, അഡ്വക്കേറ്റ് ആണ്. ഇതിലുപരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അഭിനേതാവാണ്. സീരിയൽ പിന്നെ ക്രിക്കറ്ററും കൂടെ. അതുകൊണ്ട് പറയാൻ വേറെ ഉണ്ട്, വേറെ അഹങ്കാരം പറയാനുള്ള ഒരുപാടുണ്ട്. ഈ ക്രിക്കറ്റ് CCL ഒക്കെ കളിക്കുന്ന ക്രിക്കറ്ററും കൂടെ. CCL അല്ല, CCF. പിന്നെ ആത്മയുടെ ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീമിലുണ്ട്. അതന്നെ എല്ലാം സെലിബ്രിറ്റി ക്രിക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ എറണാകുളത്ത് കൂടെ വന്ന് പോകാറുണ്ട്. എല്ലാ മാസം നമുക്ക് അവിടെ ഒരു വലിയൊരു CCF എന്ന് പറഞ്ഞ വലിയൊരു ക്രിക്കറ്റിന് ഒരു കൂട്ടായ്മ, സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. സിനിമയായിട്ട് പ്രൊഡ്യൂസർമാർ നമ്മുടെ ജോർജ്, നമ്മുടെ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ, അദ്ദേഹം, പിന്നെ പാഷാണം ഷാജി, സജി സുരേന്ദ്രൻ, പിന്നെ ലാൽ ജൂനിയർ, പെപ്പെ, അങ്ങനെ ഇൻഡസ്ട്രി ആയിട്ട് ഹരിശാന്ത് ഉണ്ട്. ഹരിശാന്ത് വെച്ച് വല്ലപ്പോയി വേണ്ടത്തില്ല. പിന്നെ കുറേ പേര്, വിനു മോഹനുണ്ട്. എല്ലാ മാസം ടൂർണമെൻറ്റ് അവിടെ നടത്താറുണ്ട്. ഞാനും ഇവിടെ വേണ്ടത്തുനിന്ന് എല്ലാ മാസം പോകാറുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ, ക്രിക്കറ്റ് നമുക്കൊരു ഭ്രാന്താണ്. ശരിക്കും ഇതിൽ ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ ഏതാണ് ആദ്യം പറയുന്നത്? DYSP എന്ന് പറയണോ, ക്രിക്കറ്റർ എന്ന് പറയണോ, അഭിനേതാവ് എന്ന് പറയണോ, അഡ്വക്കേറ്റ് എന്ന് പറയണോ? ക്രിക്കറ്റ് ആദ്യം പറയാം. ബിക്കോസ് ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നത് LKG തൊട്ട് തുടങ്ങിയ സംഭവമാണ്. ചെറുപ്പത്തിൽ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പോലീസിനകത്ത് കയറി, SA ആയിട്ട് കയറി. DYSP ആയിട്ട് റിട്ടയറായി. 2 വർഷം മുമ്പ് ഞാൻ റിട്ടയറായി. പിന്നെ അടുത്ത പറയണത് ഇതിനിടയ്ക്കാണ് ഈ അഭിനയ രംഗത്തിലേക്ക് ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ എൻ്റെ ഗോഡ് ഫാദർ രഞ്ജിത്താണ്, രജപുത്ര രഞ്ജിത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടപ്പം അദ്ദേഹം പറഞ്ഞ്, രാജ്കുമാരെ സീരിയലിനകത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് രഞ്ജിത്ത്, ഞാൻ ഈ പഠിച്ചതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. മലയാളം എനിക്ക് അത്ര ചെറിയ പ്രശ്നമാണ്. ചില വാക്കുകൾ എനിക്ക് കറക്റ്റായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ചതൊക്കെ പൂനെയിലാണ്, മഹാരാഷ്ട്ര ലാംഗ്വേജ് പ്രശ്നമാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞ് അഭിനയിക്കാമോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ ഈ പ്രശ്നമാണ്, ലാംഗ്വേജ് പ്രശ്നമാണ്. ചില വാക്കുകളൊന്നും എനിക്ക് ഉച്ചരിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല, നമുക്ക് ഡബിങ് ആളുണ്ട്, ചെയ്താൽ മതി. ഇപ്പം ചെയ്യുന്ന വേഷം തന്നെ ചെയ്താൽ മതി. അപ്പോൾ എസ്ഐയുടെ അപ്പം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി, നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നോക്കണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സീരിയലുണ്ടായിരുന്നു. സുരേഷ് ഉണ്ണിത്താൻ ഡയറക്ടറായിരുന്നു. പിന്നെ ശ്രീമാൻ എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. ചിപ്പി നായിക. പിന്നെ നമ്മുടെ സിദ്ദീഖ്, അദ്ദേഹം ഇപ്പോഴും ലൈവായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു. അപ്പം അതിനകത്തൊരു എസ്ഐയുടെ ഒരു വേഷം അന്ന് തുടങ്ങിയ ഒരു തുടക്കമാണ്. അപ്പോൾ ഇപ്പം കുറേ ചെയ്ത് സീരിയലിനകത്ത് മിക്കതും എസ്ഐയുടെ ക്യാരക്ടേഴ്സാണ്. സിനിമയ്ക്കകത്തും മെജോറിറ്റിക്കകത്ത്. ഇപ്പം ലാസ്റ്റായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമ പവി കേട്ടൊക്കെ, ദിലീപിൻ്റെ പുതിയ സിനിമ, ഒരു ചെറിയ സീനാണ്. അതിനകത്തും എസ്ഐയുടെ വേഷം. പക്ഷെ ലാസ്റ്റായിട്ട് ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തത് മറ്റേ അനിൽ തോമസ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കലാഭവൻ. ഇതുവരെ കലാഭവൻ നിങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിനകത്തൊരു എറണാകുളം കളക്ടറായിട്ടാണ്. അപ്പം അനിൽ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടൻ തന്നെ ഡബ് ചെയ്താണ്. ബിക്കോസ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു മലയാളം സംസാരിക്കുന്ന ഒരു കളക്ടറാണ്. അപ്പം ഞാൻ തന്നെയാണ് കലാഭവനിൽ പോയി ഡബ് ചെയ്ത്. ഈ പോലീസ് ജീവിതത്തിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ സംഘർഷഭരിതമാണ് പോലീസ് ജീവിതം. പിന്നെ ഓരോ ദിവസമാണല്ലോ നമ്മളിപ്പോൾ ഇപ്പം 24 മണിക്കൂർ ജോലി ചെയ്യുന്ന എത്ര കേരള ഗവൺമെൻറ്റിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്. വിരലെണ്ണാൾ കുറച്ച് പേര്. അതിലൊന്നാണ് കേരള പോലീസ്. നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് പോവുക, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ഓഫീസിൽ 5 മണി, 10 to 5 പരിപാടിയില്ല. നമ്മൾ 24 hours പോവുക, ജോലി ചെയ്യുക. നമ്മൾ വീട്ടിൽ വന്നാലും അവിടെ നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ, ഇത് കുഴപ്പമില്ല, ഞാൻ നാളെ രാവിലെ വന്നോളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പ്രശ്നം നാളെ അപ്പം തന്നെ പോകണം, യൂണിഫോം ഇട്ട് നമ്മൾ അപ്പം തന്നെ പോകണം. അപ്പോൾ 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു അവധിയില്ല, ഒന്നുമില്ല. ഒരുപാട് പല ടൈപ്പുള്ള ആളുകൾ കാണാനും സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി ഇതിനേക്കാൾ നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. വളരെ ബിക്കോസ് നമ്മുടെ ജോലി എന്താണ്? ടു സെർവ് ആൻഡ് പ്രൊട്ടക്ട് ദ പീപ്പിൾ.
പാവപ്പെട്ട ഒരാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തന്നെ. ഒരു പാവപ്പെട്ട ഒരാൾക്ക് നീതി വാങ്ങി നമ്മളെപ്പോൾ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഡെഫിനറ്റ്ലി ഒരു പാവപ്പെട്ട ഒരാൾക്ക് നീതി കിട്ടും. അത് കോടതി പോയി നോക്കുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അവിടെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. അല്ല, ഈ പോലീസ് ജോലിയെ സംബന്ധിച്ചിടത്തോളം അത് 100% സത്യസന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിന് ഫുൾ ടൈം അയാൾ എൻഗേജ് ആയിരിക്കും. അതിൽ നിന്ന് അയാളിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. സമൂഹത്തിന് നല്ലൊരു പേരുണ്ടാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ 2001 തൊട്ട് 2004 വരെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് പേട്ട പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തായിരുന്നു. ഈ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ട് നീതിപൂർവ്വം ഞാൻ ജോലി ചെയ്തു. ജനങ്ങളുടെ എനിക്ക് നല്ല സപ്പോർട്ടും കിട്ടിയായിരുന്നു. ഇതിനിടയ്ക്ക് എന്നെ ജോസഫ് സാർ DGP ആയിരുന്നപ്പം അദ്ദേഹം എന്നെ മാറ്റിയായിരുന്നു. ബിക്കോസ് ഞാൻ ഇവിടത്തുകാരനാണ്, ട്രിവാൻഡ്രത്തുകാരനാണ്. എൻ്റെ വീട് പട്ടത്താണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ സ്ഥലം പാൽക്കുളങ്ങര. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ട്രിവാൻഡ്രം സിറ്റിയിൽ നമുക്ക് സിറ്റിയുടെ റൂളുണ്ട്. അപ്പോൾ എന്നെ പിടിച്ച് മാറ്റി ഇവിടെ കഴക്കൂട്ടത്തേക്ക് മാറ്റി. അപ്പോൾ അവിടെയുള്ള റെസിഡൻസ് കാരണം ഞാൻ പോലും അറിയാതെ DGP പോയി കണ്ട്, സാറേ അതായത് നല്ല ഉദ്യോഗസ്ഥനാണ്, പ്ലീസ് മാറ്റല്ലേ, നമ്മളായിട്ട് നല്ല സിങ്കായി വന്നതാണ്, അതുകൊണ്ട് ദൈവം മാറ്റല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ പറ്റി ഒരു അന്വേഷണം നടത്തി. അറിയാലോ, സ്പെഷ്യൽ ബ്രാഞ്ചും കാര്യങ്ങൾ നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നെ മാത്രം മാറ്റില്ല, ബാക്കി എല്ലാത്തിനെ പിടിച്ച് മാറ്റിയത്. ലാസ്റ്റിൽ ഞാൻ അവിടെ നിന്ന് പോകാൻ നേരത്തെ അത് കഴിഞ്ഞിട്ട് 2002 നമ്മുടെ ഹോർമിസ് സർഗൻ സാർ DGP ആയിരുന്നു. അപ്പം ഞാനൊരു ഡ്രഗ്സ് വിൽക്കുന്ന ഒരാളെ ഞാൻ പിടിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ വിളിച്ചിട്ട് SA ആയിരുന്ന സമയത്ത് പിന്നെ ഒരു ഗുഡ് സർവീസാണ്, പണ്ടൊക്കെ ഗുഡ് സർവീസിൻ്റെ ഒരു പേപ്പറിനകത്ത് വരുന്നത്, ഇത് അതല്ല, ഒരു താമ്രപത്രത്തിനകത്ത് എനിക്ക് തന്നു. ഒരു 5000 രൂപ കൂടെ അന്ന് തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് SIക്ക് ആദ്യമായിട്ട്, കേരള പോലീസിനകത്ത് ആദ്യമായിട്ടാണ് DGP അങ്ങനെ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആയത്. അപ്പോൾ അതൊരു വലിയ നേട്ടമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേട്ടയിൽ നിന്ന് ഞാൻ മാറാൻ നേരത്തെ നാട്ടുകാരെ എനിക്കൊരു നിലവിളക്ക് തന്നു. അത് എൻ്റെ ജീവിതത്തിനകത്തൊരു ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അതാണ്. നാട്ടുകാർ നമുക്ക് അവാർഡ്. പിന്നെ അത് പോലീസിനെ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും പോലീസിന് ആവശ്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പാവപ്പെട്ട ഒരാളെ ഇടിച്ചിട്ടില്ല, അത്രേ മുഖം മാറിയിട്ടോ. അത് വേണം. എല്ലാരും സാന്ത്വനിപ്പിച്ച് സ്നേഹിച്ചും വിടാൻ പറ്റത്തില്ല. സാറ് സർവീസിൽ കയറിയ കാലത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പൊ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, മാതൃകാ പോലീസ് സ്റ്റേഷൻ ആയത് കാരണം എല്ലാവരെയും സ്നേഹത്തോടെ പെരുമാറും. അല്ലയോ ഭവാനി, എന്താണ് എന്നൊക്കെ ചോദിക്കാൻ മേഡം എന്നെ വിളിക്കാൻ പറ്റും, നമസ്കാരം പറയണം. ഇതൊക്കെ കൊണ്ട് ഒരു പോലീസുകാരന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അത് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോരുത്തർക്കും നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്തിനും പാവപ്പെട്ട ഒരാൾ വന്നു ജാട കാണിക്കുന്നു? ജാട കാണിക്കേണ്ട കാര്യമില്ല. വളരെ മാന്യമായിട്ട് സംസാരിക്കുക, വളരെ മാന്യമായിട്ട് പെരുമാറുക. നമുക്കതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഈ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അല്ലേ. നമ്മൾ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്തോ തെറ്റാണ്. തിരുവല്ല പോലീസ്, ഞാൻ വീട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ തിരുവല്ല, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ അകത്ത് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അത് CI റൂമിൽ സംസാരിക്കുന്നത് കേട്ടതാണ്. ഒരാള് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പരാതി കൊടുക്കാൻ പോയതാണ്. CI അങ്ങോട്ട് വാങ്ങിച്ചു. അയാൾ സരസനാണെന്ന് തോന്നുന്നു. വരച്ചു നോക്കിയിട്ട് ഇവിടെ ലോറി പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ മൊബൈൽ ഫോൺ നീ പോടെ. അയാൾ പുള്ളി എന്നിട്ട് ഇത് വാങ്ങിച്ചു വെച്ചു. പക്ഷെ ആദ്യം പറഞ്ഞു പോയി. അതിനകത്ത് ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പോലീസുകാരന്റെ ജോലി എന്തൊക്കെ നോക്കണം. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരാൾ സൂര്യത്തിന് അടിയിലുള്ള എല്ലാ ജോലിയും നമ്മൾ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇത് നമുക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ ജോലിയെന്ന് പറയാൻ പറ്റില്ല. സമയത്ത് ട്രാഫിക്കിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരാൾ നിന്ന് വിയർത്ത് ഒലിച്ച് നിന്നിട്ടാണ് അയാൾ അത് അങ്ങോട്ട് വിടുക. ആ ഒരാൾ വിചാരിച്ചിട്ട് വേണം ആ പാവപ്പെട്ട ആള് രാവിലെ തൊട്ട് ഈ ചൂടത്ത് നമ്മൾ ഒരു 5 മിനിറ്റ് വെളിയിൽ നിൽക്കാൻ പറ്റും. അയാൾ സത്യസന്ധമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഇല്ലാത്ത അസുഖങ്ങളും ഉണ്ടാവുകയാണ്. എന്നാൽ കൈ കെട്ടി മാറി നിൽക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് പേരാണ് അവന്മാരെന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം ഇത് അയാൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫോൺ അടിക്കാണ്, കേസിക്കാതിരുന്നുണ്ട്. നമുക്ക് അസ്വസ്ഥത, നമുക്ക് സത്യം. അയാൾ അവിടെ വെയിലത്താണ് ജോലി ചെയ്യുന്നത്. അയാൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അയാൾ ജോലി കിട്ടും, ശമ്പളം ഇത്രേ കിട്ടത്തുള്ളൂ. അയാൾ വെയിൽ കൂടുതലുള്ള ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവരുടെ കാര്യം കട്ടാ പോകാം.
അപ്പൊ അതുകൊണ്ടായിരിക്കും പലരും പലയിടത്തും കണ്ണടയ്ക്കുന്നത്. അതെ അതെ ശരിയാ ശരിയാ. പിന്നെ അഭിനയ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് വേഷങ്ങൾ ഇങ്ങനെ ഞാൻ നേരത്തെ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞാൽ കൂടുതൽ പോലീസ് ആയതിൻ്റെ പോലീസ് വേഷമാണ് കൂടുതൽ കിട്ടിക്കൊണ്ടത്. പോലീസുകാരനിൽ നിന്ന് പോലീസുകാരനായി അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരിക്കും കിട്ടുന്ന ബഹുമാനത്തേക്കാൾ കൂടുതൽ ഈ അഭിനേതാവുന്നതിലേക്ക് കിട്ടുന്ന സ്നേഹം അത് എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല, അത് രണ്ടിലും ഉണ്ട്. നമ്മൾ പോലീസിനകത്ത് ജയിലിൽ ജോലി എല്ലാവർക്കും ഒന്നും കിട്ടില്ലല്ലോ. എല്ലാവർക്കും എസ് ഐ ആവാനും പോലീസ് ഉദ്യോഗസ്ഥൻ ആവാൻ പറ്റും, പോലീസുകാരനാവാൻ പറ്റില്ല. ഇത് നമുക്ക് ദൈവം തന്നെ ഒരു ഭാഗ്യമാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടത്, ദൈവം തന്നെ ഭാഗ്യമാണ്. അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആ നിലയിൽ തന്നെ ഞാൻ ജോലി ചെയ്തത്. നമുക്ക് ദൈവം തന്ന ജോലിയാണ്. നമ്മൾ ഇതിനകത്ത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാതെ ഒരു പണിയും ചെയ്യല്ലേ, സത്യസന്ധമായിട്ട് ജോലി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സമൂഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ റെസ്പെക്റ്റ്, ആ ഒരു എന്താ പറയുക, ഒരു ഓണസ്റ്റിക്ക് കിട്ടുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അംഗീകാരം അത് ഭയങ്കര കൂടുതലാണ്. സിനിമയ്ക്കകത്ത് സീരിയലിനകത്ത് അഭിനയിച്ചിട്ട് ഒരു ആക്ടറായിട്ട് അതും കിട്ടിയിട്ടുണ്ട്. അത് സെറ്റിൽ പോകുമ്പോൾ തന്നെ അത് എന്തോന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നമുക്ക് ഒരു എക്സ്ട്രാ ബഹുമാനം, എക്സ്ട്രാ സ്നേഹം. അപ്പോൾ അതൊരു നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. വേറെ കാര്യമുണ്ട്, ഈ DYSP ഒക്കെ ആയിരിക്കും അഭിനയിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ പ്രൊഫഷണൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ DYSP എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരാൾ ഞാൻ ഇപ്പോൾ പുതിയ സെറ്റിൽ ഇപ്പം നാളെ എനിക്കൊരു പുതിയ വർക്ക്, നാളെ അപ്പോൾ അവിടെ ജോയിൻ ചെയ്യും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ കുറേ വർഷങ്ങളായിട്ട് ഫീൽഡുണ്ട്, എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ പ്രൊഡക്ഷൻ തൊട്ട് എല്ലാവർക്കും ഭയങ്കര പോലീസ് ഉദ്യോഗസ്ഥനായെന്ന് മാത്രം. ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വേഷങ്ങളൊക്കെ കിട്ടണത്. ബിക്കോസ് ഞാൻ അങ്ങനെ വലിയൊരു നടനൊന്നുമില്ല, ഞാനൊരു സാധാരണ നടൻ തന്നെയാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നാളെ എന്തെങ്കിലും ഇയാളെ കൊണ്ട് പ്രയോജനം അങ്ങനെ വിചാരിച്ചായിരിക്കും വേഷം തന്നത്. ഏതായാലും അങ്ങനെ അതെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഫോർ എക്സാമ്പിൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് തന്നെ. ഇപ്പം നിങ്ങളെ വെള്ളം അടിച്ചിട്ട് നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ, നിങ്ങൾ വണ്ടി ഓടിച്ചെന്നല്ല ഞാൻ പറഞ്ഞു. ശരി ഇതാ ഈ ക്യാമറമാൻ അദ്ദേഹം വെള്ളം അടിച്ചു. അപ്പോൾ അദ്ദേഹം വെള്ളം അടിച്ചിട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോലീസ് പിടിച്ചു. അത് ബെയിലബിൾ ഒഫൻസാണ്. അതിന് കോടതി പോയാലും അതിനകത്തുള്ള ഫൈൻ അടച്ചാൽ മതി, ബെയിലബിളാണ്. അപ്പം നമ്മൾ വിളിച്ച് പറയും ഇത് എന്നെ ഫ്രണ്ടാണ്, ഇത് എന്നെ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞാൽ സ്ഥലം അത് വിട്ടേക്കാം. ഞാൻ വിളിച്ച് പറഞ്ഞില്ല ഈ പ്രോസസ്സിന് കുറേ സമയമെടുക്കും, കുറച്ച് ടൈം വരും, നോർമലായിട്ട് കുറേ സമയമെടുക്കും. ബിക്കോസ് അവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് നോക്കണം, അത് കുറച്ച് സമയം. പക്ഷെ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കുറച്ചും കൂടി സ്പീഡാണ്. അതെ, ആ ഒരു കാര്യം മാത്രമല്ല നമ്മൾ ചെയ്യണത്. ഞാൻ വിളിച്ച് പറഞ്ഞാൽ വേറെ ആര് വിളിച്ച് കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ന്യായമായിട്ടുള്ള അതെ എനിക്കറിയില്ല, അതിൻ്റെ ഫ്രണ്ടാണ് ഞാൻ. അങ്ങനെ മതിയാക്കിയിട്ട് പോകും കേട്ടോ. നിങ്ങൾ മതിയാക്കി ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കും. എന്നെ നിങ്ങൾ എന്റെ അപ്പൊ ഈ നടനാണ്, ക്രിക്കറ്ററാണ്, ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മിക്കതും ചെയ്യാൻ പറ്റില്ല, ദൈവം സഹായിച്ച അങ്ങനെ എനിക്കൊരു ഇഷ്ടങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല സ്നേഹമുള്ളവരെ കണ്ടു തെറിയും വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. അത് സ്നേഹത്തോടെ വിളിക്കാം. എനിക്ക് ഇപ്പോൾ രഞ്ജിത്തായിട്ട് മാനസികമായിട്ട് അടുപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളത്ത് ഇതുപോലെ ഭാഷയില്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റും. എല്ലായിടത്തും നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ഈ എന്നുള്ള വാക്ക് തന്നെ സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും വിളിക്കാം. പിന്നെ ഡെഫിനറ്റ്ലി അതെ. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളടുത്ത് വിളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അത് നിങ്ങളടുത്തുള്ള നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് ഉള്ളിൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ രഞ്ജിത്തിന് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ബിക്കോസ് രഞ്ജിത്ത് ഭയങ്കര ഓപ്പൺ മൈൻഡാണ്, ഞാനായിട്ട് ഭയങ്കര നല്ല ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വ്യത്യാസം വരുന്നുണ്ട്. വെറുതെ എന്നെ കൊണ്ട് കള്ളം പറയില്ല. അല്ല സത്യം ഞാനും രഞ്ജിത്തും ഇപ്പം ആത്മ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുണ്ട് നമ്മുടെ സീരിയലുകാരുടെ. നമ്മുടെ ഗണേഷ് കുമാർ ചേട്ടൻ പ്രസിഡൻറ്റ്, ദിനേശ് പണിക്കർ ചേട്ടൻ എൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞാനും രഞ്ജിത്തും എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് അതിനകത്ത്. അപ്പം മിക്കതും എല്ലാ മാസം നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ ഇയാൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ആക്ടറുണ്ട്, സത്യം പറയണം, നല്ലൊരു ആക്ടറാണ്. പിന്നെ രഞ്ജിത്ത് ഇപ്പോൾ ഏത് വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ടി വിയിലൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഏഷ്യാനെറ്റിൽ ഗീത ഗോവിന്ദൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്യാരക്ടറാണ്, പോലീസല്ല,
പോലീസല്ല. കുറച്ചൊരു വ്യത്യാസം. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ബിസിനസ്മാൻ്റെ ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടറാണ്. പോലീസ് കളക്ടർ ബിസിനസ്മാൻ ആ ഒരു ലെവലിൽ നമ്മൾ കളിക്കും. താഴോട്ടുള്ളതേ ഇല്ല. ഞാനൊരു ആക്ടറിനെ സംബന്ധിച്ചാലും എന്ത് വർക്ക് ചെയ്താലും നമ്മൾ ചെയ്യണം. ഇപ്പം തന്നെ ഒരു സിനിമ ഇറങ്ങും, കുരുക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പം അതിൽ ഒരു ചെറിയൊരു സീനാണ്. ഞാൻ, അച്ഛൻ, എൻ്റെ വൈഫ് യമുന എന്ന് പറഞ്ഞ അവരാണ്. അപ്പോൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൻ അതിനകത്ത് ആക്സിഡൻറ്റിൽ ഇങ്ങനെ മരിച്ചു കിടക്കാൻ. അപ്പോൾ ഡെഡ് ബോഡി നമ്മളെ കാണിക്കും. എന്നിട്ട് പോലീസ് നമുക്ക് കുറച്ച് ചോദ്യം ചെയ്യുന്ന സീനാണ്. അത് ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ സംസാരിക്കണം. ബിക്കോസ് എന്നെ സംബന്ധിച്ചാൽ ഇങ്ങനെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടാറില്ല. ഇമോഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടാറില്ല. ക്യാരക്ടേഴ്സ് നമ്മുടെ എൻ്റെ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ ഇത് പോലീസായിട്ട്. അപ്പോൾ പോലീസിനകത്ത് ഇങ്ങനെ കരയുന്ന സീനൊന്നും പോലീസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നല്ലതായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതിപ്പോൾ താമസിക്കാതെ ഇറങ്ങും. അഭിജിത്താണ് എൻ്റെ ഡയറക്ടർ. അങ്ങനെ സിനിമ ജീവിതം, എല്ലാം നടക്കുകയാണ്. എല്ലാം മനസ്സമാധാനമുണ്ട്. കുടുംബം, വൈഫ് ഹൗസ് വൈഫാണ്. മൂത്ത മോൾ ഇപ്പം ജർമ്മനിയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ ഇപ്പം BA കഴിഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു കുടുംബം. അല്ല, എൻ്റെ മുഖത്ത് തന്നെ ഗ്ലാമറാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര ഡാർക്കായിരുന്നു. ഇപ്പോൾ 2 വർഷം കൂടെ ഗ്ലാമർ ഇത്തിരി കൂടിയിട്ടുണ്ട്. മനസ്സിൻ്റെ സന്തോഷം. അവസാന നാളുകളിൽ എനിക്ക് പിന്നെ സർവീസിലുള്ള അവസാന നാളുകളിൽ വലിയ ടെൻഷനുള്ള ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2004 കൊല്ലം ഈസ്റ്റ് CA അതാണ് ലാസ്റ്റായിട്ട് യൂണിഫോം ഇട്ട് ജോലി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അന്ന് മതിയാക്കിയതാണ് ഈ യൂണിഫോമുള്ള ജോലി. പിന്നെ യൂണിഫോം കിട്ടും സീരിയലിനകത്ത് മാത്രമേ ഉള്ളൂ. അന്ന് മതിയാക്കിയതാണ്. പിന്നെ 2021 ഞാൻ റിട്ടയറായി. 2004 തൊട്ട് 2021 വരെ ഞാൻ യൂണിഫോം ഇട്ടുള്ള പോലീസിനകത്ത് ജോലി ചെയ്തില്ല. യൂണിഫോം ഇടാത്ത ജോലി ഞാൻ ചെയ്തു. അപ്പോഴും നമുക്ക് സുത്യർഹമായ സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെയും നമുക്ക് കേരള പോലീസിനകത്ത് യൂണിഫോം ഇട്ട ജോലി തന്നെ ഇല്ലല്ലോ. വേറെ യൂണിറ്റും ഉണ്ടല്ലോ. ക്രൈം ബ്രാഞ്ച് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് DGPയുടെ കൂടെ ബേറ സാറുടെ കൂടെ ആയിരുന്നു. 2.5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് റിട്ടയർ 6 മാസം മുമ്പാണ് KCB വിജിലൻസിലോട്ട് പോയത്. അപ്പം നമുക്ക് പല മേഖലകളുണ്ടല്ലോ പോലീസിനകത്ത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമ്മൾ കാണാറുണ്ട്. ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പാഷനായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനുള്ള അവസരവും കൂടെ വീണ്ടും കിട്ടുക എന്ന് പറയുന്നത് സർവ്വഭാഗ്യമാണ്. ഈ പറഞ്ഞത് ദൈവത്തിന്റെ കാരുണ്യം, സപ്പോർട്ടും എല്ലാം ഉണ്ടാവും. പിന്നെ കുടുംബം എല്ലാവരും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ തന്നെയാണ് സന്തോഷം. ഇപ്പോഴും ഈ റിട്ടയർ ചെയ്തിട്ട് 3 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രായമൊക്കെ അതെ 2 വർഷം എന്ന് പറയുമ്പോൾ തന്നെ എങ്കിലും ഈ ചെറുപ്പമായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം പോയിട്ട് വന്നതേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞു നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. ഏകദേശം ഒരു പ്രായമൊക്കെ പോലെ തോന്നത്തുള്ളൂ. നമ്മൾ ഈ പ്രാരാബ്ദം കൊണ്ട് അലിഞ്ഞിരിഞ്ഞ് വെയിലും നടക്കുന്നത്. അപ്പൊ വളരെ സന്തോഷം സാറേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് ഡെഫിനറ്റ്ലി ഈ കൂട്ടായ്മ ഇനിയും ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണം. വിഷ് ഓൾ ദ ബെസ്റ്റ് ഇൻ ലൈഫ്. ഈ പരിപാടി നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ സിനിമയൊക്കെ ഓഫർ ചെയ്യും. സിനിമ ചെയ്യണം. ശരി, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വളരെ സന്തോഷം. വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നാളെ കാണാം. സാറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചായാലും സിനിമ അഭിനയത്തെ കുറിച്ചായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. യെസ്, താങ്ക് യു.